ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് വിജയലക്ഷ്മിയെ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറയുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ ഇടയ്ക്കൊക്കെ മിസ് ചെയ്യാറുണ്ട്. പണ്ടത്തെ ശരിക്കും ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ അന്തസ്സുള്ള ആ ഒരു അമ്മേനെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയുവാണ്, ഞാൻ നിന്നെ ഇപ്പോൾ കാണാൻ വന്ന വേറൊരാളുടെ കാര്യമാണ് പറയാൻ വേണ്ടിയിട്ടാണ്. അനാർക്കലിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഞെട്ടുവാണ് കേട്ടോ. അനാർക്കലിയോ, നിങ്ങൾ എന്തിനാ അവരെ കാണാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, അവളിപ്പോൾ വലിയ താമസിക്കാതെ അവളെ റിലീസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദനെല്ലാം കൂടെ കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. ദേഷ്യം വന്നിട്ട് ഗോവിന്ദ് വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുകയാണ്. ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോനെ പയ്യെ ഓടിക്കുക, കണ്ണ പയ്യെ ഓടിക്കുമെന്ന് പറയുന്നുണ്ട്. അവസാനം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വരുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, മുന്നേ വണ്ടി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് വെട്ടിക്കുന്നുണ്ട്. വെട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ചെന്നൊരു കല്ലിനിട്ട് ഇടിച്ച് വണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദൻ്റെ തലയൊന്ന് സ്റ്റിയറിങ്ങിനിട്ട് ഇടിക്കുവാണ്. അപ്പം തന്നെ ഗോവിന്ദൻ്റെ ബോധം പോവുകയാണ്. വിജയലക്ഷ്മി പെട്ടെന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഊരി അപ്പുറം ചെന്ന് ചെല്ലുന്ന ഡോറ് തുറക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും അവിടെ കുറേ കുപ്പിച്ചിലുണ്ട്. ആ കുപ്പിച്ചിലെ ചവിട്ടി കാല് മുറിയുവാണ് കേട്ടോ. പക്ഷേ പുള്ളിക്കാരി വേദന സഹിച്ചുകൊണ്ട് മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി അതിലെല്ലാം നടന്ന് നാട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്ത് ഗോവിന്ദനെ ആശുപത്രിയിൽ എത്തിക്കുവാണ്. ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ ഗോവിന്ദനെ നോക്കുന്നതായിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. ഡോക്ടർ നോക്കിയിട്ട് ഗോവിന്ദിന് തലയിൽ മുറിവ് നോക്കുമ്പോൾ വിജയലക്ഷ്മി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മോനൊന്നും പറ്റുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പോകാമെന്ന് പ്രശ്നമുള്ളൂ, അല്ലാതെ ഇത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും വിജയലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് ചെറുതായിട്ട് കണ്ണ് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എഴുന്നേറ്റോളൂ ഗോവിന്ദ്, വേറെ കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് പോകാമെന്ന് പറയും. അപ്പോൾ സഹായിച്ച ആൾക്കാരൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും അവരോട് ഗോവിന്ദ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി അവരുടെ പുറകെ പയ്യെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ നേഴ്സ് നോക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ കാല് മുറിഞ്ഞ് ഭയങ്കര ചോര വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, സ്വന്തം മകൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വേവലാതിയിൽ നിങ്ങളുടെ മുറിവെന്ന് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദന് ചെറുതായിട്ടൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ കാലെടുത്ത് വെക്കുക, നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇത് ചിലപ്പോൾ സർജറി വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, കുപ്പിച്ചില് ഒടിഞ്ഞ് അകത്തോട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളൊന്ന് എടുത്ത് കളഞ്ഞിട്ട് മരുന്ന് വെച്ച് വിട്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗോവിന്ദ് ടെൻഷൻ അടിച്ച് തിരിഞ്ഞിട്ട് പറയുകയാണ്, അതൊന്നും പറ്റത്തില്ല, അമ്മയുടെ കാലിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട ഏറ്റവും നല്ല സർജറിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറയുമ്പോൾ ഗോവിന്ദിനെ ഇങ്ങനെ വിജയലക്ഷ്മി നോക്കുകയാണ് കേട്ടോ. ഗോവിന്ദിന് ആകെ വിഷമമാവാണ്. വിജയലക്ഷ്മിക്ക് സന്തോഷവും പുള്ളിക്കാരിയുടെ മുഖത്ത് മകൻ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വികാരമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ വിലാസിനി ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചെന്നു കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, റിസൾട്ട് പോസിറ്റീവാണെന്ന് പറയുമ്പോൾ വിലാസിനി അതേതായാലും നന്നായി എന്ന് പറയുമ്പോഴത്തേക്കും നേഴ്സ് പറയുകയാണ്, അങ്ങനെയല്ല പറഞ്ഞേ, നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്നാണ് പറഞ്ഞത്, ട്യൂമറിൻ്റെ 3ാമത്തെ സ്റ്റേജാണ്, രക്ഷപ്പെടാൻ നിങ്ങൾക്കെന്നല്ല പേഷ്യൻറ്റിനെന്നാണ് പറയുന്നത് കേട്ടോ. പേഷ്യൻറ്റിന് രക്ഷപ്പെടാൻ 30% ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം നേഴ്സിന് അറിയത്തില്ല, റിപ്പോർട്ട് മേടിക്കാൻ വന്നിരിക്കുന്ന പേഷ്യൻ്റ് തന്നെ വിലാസിനി തന്നെയാണ് വന്നേക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് സർജറി നടത്തി കഴിഞ്ഞാൽ ഒരു 2 വർഷം കൂടെയൊക്കെ ജീവിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതെല്ലാം കേട്ട് വിലാസിനി സങ്കടപ്പെട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നേഴ്സിന് ഇവരുടെ വിഷമമൊക്കെ കാണുമ്പോൾ എന്തോ ഡൗട്ട് തോന്നിയിട്ട് തിരിച്ച് ചെന്നിട്ട് ചോദിക്കും, അല്ല ഇനി നിങ്ങളെങ്ങാനും ആണോ പേഷ്യൻ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടാണ്ട് വിലാസിനി പോവുകയാണ് കേട്ടോ. തിരിച്ച് പുള്ളിക്കാരി വീട്ടിൽ ചെന്നിട്ട് മുറ്റത്ത് തന്നെ അങ്ങ് ഇരിക്കുവാണ്, അകത്തോട്ടൊന്നും കയറുന്നില്ല. അത് പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്ന ഗീതവും ഗോവിന്ദോട് തിരിച്ച് വീട്ടിലെത്തുവാണ് കേട്ടോ. വീട്ടിലെത്തുമ്പോഴത്തേക്കും കാഞ്ചനൊക്കെ ഓടി എത്തുവാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവർ പറയുന്നുണ്ട് വണ്ടിയുടെ ഡോറ് തട്ടിയതാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് രാധികാമ്മ വിഷമിച്ച് വരുന്നുണ്ട്, കണ്ണ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാർക്ക് ശരിക്കും വിഷമമൊക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മ പേടിക്കൊന്നും വേണ്ട, പൊന്മുടിയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ പോയ സമയത്ത് വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയതാണെന്ന് പറയും. അപ്പോഴത്തേക്കും പൊന്മുടിയിൽ എന്ത് മീറ്റിംഗ് ആയിരുന്നു കണ്ണാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും ഇല്ല അമ്മേ, വലിയ അത്യാവശ്യമൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതു എന്തോ ഇടയ്ക്ക് ഇത്രേ പറ്റിയുള്ളൂ, വേറെ ഒന്നും പറ്റിയില്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതുവിനോട് രാധികാമ്മ ദേഷ്യപ്പെടുവാണ്. ഗീതു ഇത്രയാണെങ്കിൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയും, വിഷമിക്കണ്ടമ്മേ, ഇത് ചെറിയൊരു മുറിവേ ഉള്ളൂ, നാളെ തന്നെ മാറുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഗോവിന്ദ് കയറി പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാഞ്ചനാക്ക വന്നിട്ട് പറയുകയാണ്, നമ്മുടെ ഗീതുവിനെ അടുത്ത് നിർത്തിയിട്ടാണ്, ഗീതു പാപ്പയ്ക്ക് ഈ സമയത്ത് പൊന്മുടി കാണണമെന്നൊക്കെ ആഗ്രഹം വന്ന് കാണും, അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരുന്ന സമയത്തായിരിക്കും വണ്ടി വന്ന് ഇടിച്ചതെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇപ്പം ഹസ്ബൻഡിനെ മുറിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിനും മുറിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡും വേദനിക്കും, അത് ഒറ്റ മുറിവാന്ന് പറയും. ഇതെല്ലാം കേട്ട് ഇങ്ങനെ രാധികാമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ കാഞ്ചനയ്ക്കിട്ടൊരു നുള്ളു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാഞ്ചന അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ് ഇങ്ങനെ മുറി വന്നിങ്ങനെ ഇരിക്കാൻ നേരത്ത് ഗീതു ഒരുപാട് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കും.
സംസാരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അവർണികയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയാം അവർണികയ്ക്ക് എന്താ കുഴപ്പം, ഇതെല്ലാം കള്ളം പറഞ്ഞ കാര്യമൊക്കെ ഗീതു മറന്നു. അതല്ല അവർണിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നീയല്ലേ പറഞ്ഞേ. ഓ അതോ അത് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിന് ചെറിയൊരു സംശയം തോന്നിയിരിക്കും. അല്ല നീ മനഃപൂർവ്വം പറഞ്ഞതല്ലേ എന്നെ അവരെ ഒരുമിച്ച് വിടാനെന്ന് പറയുമ്പോൾ ഗീതു അല്ല ഇപ്പം നിങ്ങളെ രണ്ടിനെ ഒരുമിച്ച് വിട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ, കണ്ണേട്ടൻ്റെ ചോദ്യം കേട്ടാൽ തോന്നുന്നു എനിക്കെന്തോ കിട്ടുന്ന പോലെയാണെന്നും. എന്തായാലും നിങ്ങൾ ഒരുമിച്ച് പോയതുകൊണ്ട് അവരോടുള്ളത് ദേഷ്യം കുറഞ്ഞ് മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയെന്ന് അറിഞ്ഞാൽ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് തിരിച്ചെടുത്തടിച്ച പോലെ പറയാം നിന്നോട് ആരാ പറഞ്ഞ മഞ്ഞുരുകിയെന്ന്, അങ്ങനെയൊന്നും ഉരുകുന്നൊന്നും അല്ല മഞ്ഞ്, അത് നിനക്കറിയാൻ പാടില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നാലും ഗീതുവിന് മനസ്സിലാവുന്നുണ്ട് ആ ദേഷ്യമൊക്കെ കുറഞ്ഞു തുടങ്ങി മാറ്റമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ഓർത്തിങ്ങനെ ഗീതു ചെറുതായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.